പ്രഭാത പ്രാർത്ഥന. ആമോസ് 7-15-16 തിരുവചനങ്ങൾ. ആടുമേയ്ച്ച് നടന്ന് എന്നെ വിളിച്ച് കർത്താവ് അരുളിച്ചെയ്തു, എൻ്റെ ജനമായ ഇസ്രയേൽ ചെന്ന് പ്രവചിക്കുക. അതിനാൽ ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. കർത്താവെ, അങ്ങ് തിരുരക്താഭിഷേകം ലഭിക്കാനായി എനിക്ക് നൽകപ്പെട്ട തിരുരക്തത്തിൻ്റെ മാസത്തിൻ്റെ 4-ാം നാൾ എനിക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേ ഇഷ്ടത്താൽ ഈ ലോകത്തിലേക്ക് പ്രത്യേക ദൗത്യത്താൽ അയക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ കേൾക്കേണ്ടത് അങ്ങ് പറയുന്നത് മാത്രം കേട്ട് ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കി മുന്നോട്ട് നീങ്ങുക. ഏത് പ്രതിസന്ധിയിലുണ്ടായാലും അങ്ങയുടെ വാക്കല്ലാതെ, അങ്ങേ നിയമമല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. സങ്കീർത്തകൻ എന്നെ അനുസ്മരിപ്പിക്കും പോലെ അങ്ങേ നിയമം എൻ്റെ ആത്മാവിന് പുതുജീവൻ നൽകുന്നു. അവിടുത്തെ കൽപ്പനകൾ നീതിയുക്തവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതും ആകുന്നു. കർത്താവിൻ്റെ പ്രമാണങ്ങൾ എൻ്റെ മനസ്സിനെയും കണ്ണുകളെയും പ്രകാശിപ്പിക്കുന്നു. ആകയാൽ അവയൊന്നും ഞാൻ അവഗണിക്കുവാൻ പാടില്ല. എല്ലാം അങ്ങ് എന്നോട് വ്യക്തിപരമായി നിവൃത്തിയാക്കാൻ കൽപ്പിക്കുന്നതാണെന്ന സത്യം ഓരോ നിമിഷവും ഹൃദയത്തിൽ ഏറ്റെടുത്ത് ആത്മാവിൽ വഹിച്ച് അനർത്ഥമാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവെ, അങ്ങേ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. വിശുദ്ധരുടെ മൊഴിമുത്തുകൾ. വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ചൻ. ക്ഷമയ്ക്ക് അറുതി കൽപ്പിക്കരുത്. അതിൻ്റെ പ്രമാണം എന്നും എവിടെയും ഏവരോടും എന്നതാണ്.